നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവംബർ 15 തീയതി വെള്ളിയാഴ്ച തുലാം മാസത്തിലെ പൗർണമിയാണ്. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പൗർണമിയാണിത്. കാരണം മഹാദേവന് അന്നാഭിഷേകം നടത്തുന്നതും തുലാം മാസത്തിലെ പൗർണമി ദിവസമാണ്. മാത്രമല്ല പല വർഷങ്ങൾക്ക് ശേഷമാണ് വെള്ളിയാഴ്ച ദിവസം അന്നാഭിഷേകം വരുന്നത്. ശിവ വഴിപാടിനോടൊപ്പം തന്നെ ശക്തി വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത്. ഇതുകൂടാതെ പൗർണമി ദിവസം ലക്ഷ്മി പൂജയും കുലദൈവ വഴിപാടും സത്യനാരായണ പൂജയും ദുർഗാ പൂജയും ചെയ്യുന്നതും നല്ലതാണ്. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുവാൻ വെള്ളിയാഴ്ചയും പൗർണമിയും അന്നാഭിഷേകവും കൂടി ചേർന്നു വരുന്ന ഈ അതിശക്തിയാർന്ന ദിവസം ചെയ്യേണ്ട ഒരു അത്ഭുത പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ എല്ലാ മാസത്തിൽ വരുന്ന പൗർണമിയെക്കാളും ഈ തുലാം മാസത്തിലെ പൗർണമിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ചന്ദ്രൻ തന്റെ 16 കലകളോടുകൂടി പൂർണ്ണ ചന്ദ്രനായി നല്ല പ്രകാശത്തോടുകൂടി ഉദിക്കുന്ന ഒരു ദിവസമാണ് തുലാം മാസത്തിലെ പൗർണമി. അതുകൊണ്ട് തന്നെ ഈ ദിവസം എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭഗവാന് അന്നത്താൽ അഭിഷേകം ചെയ്യാറുണ്ട്. കാരണം ചന്ദ്രന് 27 ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ ചന്ദ്രന് ഒരു ഭാര്യയോട് മാത്രമേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ. അതാണ് രോഹിണി. മറ്റുള്ള പത്നിമാരെ ചന്ദ്രഭഗവാൻ തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. എന്നാൽ ഇതിൽ ദുഃഖിതരായ ചന്ദ്രന്റെ മറ്റു പത്നിമാർ തന്റെ പിതാവായ ദക്ഷന്റെ പക്കൽ അവരുടെ സങ്കടം അറിയിച്ചു. ഇത് കേട്ട് കുപിതനായ ദക്ഷൻ, നീ ഇത്രയും സൗന്ദര്യത്തോടുകൂടി അഴകോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്കിത്രയും അഹങ്കാരം. നിന്റെ ഓരോ കലകളും ഇല്ലാതായി കലയില്ലാത്തൊരു വ്യക്തിയായി നീ കാണപ്പെടും. ഇങ്ങനെയൊരു ശാപം ദക്ഷൻ ചന്ദ്രഭഗവാന് നൽകിയിരുന്നു. അതിനാൽ ഈ ലോകം തന്നെ ഇരുട്ടിലായി. അതിനുശേഷം ചന്ദ്രൻ ശിവഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് കൊടും തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ തന്നിൽ നിന്നും നഷ്ടമായ ആ 16 കലകളും ശിവഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ചന്ദ്രന് തിരികെ ലഭിച്ചു. മാത്രമല്ല ചന്ദ്രന്റെ പ്രകാശം വളർന്നു വളർന്ന് പൂർണ്ണ പ്രകാശമായി പൂർണ്ണ ചന്ദ്രനായി മാറാനുള്ള വരവും ശിവഭഗവാനിൽ നിന്നും ചന്ദ്രൻ നേടിയിരുന്നു. അതിനുശേഷമാണ് ശിവഭഗവാൻ തന്റെ ശിരസിൽ പിറനിലാവ് ചൂടിയത്. ഇത് നടന്നതും ഈ തുലാം മാസത്തിലെ പൗർണമി ദിവസമാണ്. അതുകൊണ്ട് തന്നെ നവംബർ 15 തീയതി വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ അന്നാഭിഷേകമുണ്ടെങ്കിൽ ആ അന്ന അലങ്കാരത്തോടു കൂടി ഭഗവാനെ ദർശിച്ചു പ്രാർത്ഥിക്കുക. ഭഗവാനെ അന്നാഭിഷേക രൂപത്തിൽ അല്ലെങ്കിൽ അന്ന അലങ്കാര രൂപത്തിൽ നമ്മൾ ദർശിക്കുന്നതിലൂടെ നമ്മുടെ മരണം വരെയും നമുക്ക് അന്നത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് മറ്റുള്ള പൗർണമിയെക്കാളും ഈ ഒരു പൗർണമി ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയാണെങ്കിലും അതല്ല വഴിപാടുകളാണെങ്കിലും നാമജപമാണെങ്കിൽ പോലും അതിന് ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ്. ഇനി അന്നാഭിഷേകം നടത്തുവാനോ പൂജ ചെയ്യുവാനോ വഴിപാട് ചെയ്യുവാനോ നാമം ജപിക്കുവാനോ ഒന്നും തന്നെ സാധിച്ചില്ല. എന്നാൽ ഈ പൗർണമി ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദീപം കൊളുത്തിയാൽ പോലും അതിന് പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നവംബർ 15 തീയതി വെള്ളിയാഴ്ചയും പൗർണമിയും അന്നാഭിഷേകവും കൂടി ചേർന്ന് വരുന്ന ഈ അത്ഭുത ദിവസം ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഈ ഒരു പരിഹാരം നവംബർ 15 തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ 8 മണിക്കും 9 മണിക്കും ഇടയിൽ വരുന്ന ശുക്രഹോരയിലാണ് ചെയ്യേണ്ടത്. ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത തരത്തിൽ പൊന്നും പണവും നിങ്ങളുടെ പക്കൽ വന്നു ചേരുന്നതാണ്. പൊതുവായി പൗർണമി ദിവസം ഈ പ്രപഞ്ചത്തിന്റെ ഊർജം അല്ലെങ്കിൽ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പൗർണമി നിലാവ് ദർശിച്ചുകൊണ്ട് നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അത് അതുപോലെ തന്നെ നടന്നു കിട്ടുന്നതാണ്. തുലാം മാസത്തിലെ ഈ പൗർണമി ദിവസം ഭൂമിയോട് വളരെ അടുത്ത് തന്നെ നമുക്ക് പൗർണമി നിലാവ് ദർശിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ നിലാവ് വളരെയധികം പ്രകാശമുള്ളതുമാണ്. ഇനി ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച് പൗർണമി നിലാവിൽ ഈ വസ്തുക്കൾ കാണിച്ച്, അതായത് ആ ഒരു പ്രകാശം ആ ഒരു നിലാവ് നിങ്ങളുടെ ഉള്ളം കയ്യിൽ പതിയുന്ന രീതിയിൽ കാണിക്കുക. ഇനി പൗർണമി നിലാവ് ദർശിക്കുമ്പോൾ നിങ്ങളുടെ കൈ എങ്ങനെയാണ് വെക്കേണ്ടതെന്നാൽ ഭിക്ഷയാചിക്കുന്ന രീതിയിൽ വേണം നിങ്ങളുടെ കൈകൾ വെക്കുവാൻ. ഇനി പറയുന്ന വസ്തുക്കൾ കയ്യിൽ വെച്ച് ഭിക്ഷയാചിക്കുന്ന രീതിയിൽ പൗർണമി നിലാവ് ദർശിച്ച് എപ്പോഴും നിങ്ങൾ സമ്പൽ സമൃദ്ധിയോടെ ഇരിക്കണം എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇനി കയ്യിൽ വെക്കേണ്ട ആ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഈ ഒരു പരിഹാരത്തിനായി ഉപയോഗിക്കേണ്ട 3 വസ്തുക്കൾ ഇതാണ്: 1 സ്പൂൺ പച്ചരി,
ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം, 3 വെള്ള നിറത്തിലുള്ള പൂക്കൾ. മുല്ലപ്പൂ ഉണ്ടെങ്കിൽ മുല്ലപ്പൂ എടുക്കാവുന്നതാണ്. ഇനി മുല്ലപ്പൂ ഇല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് വെള്ളപ്പൂവും എടുക്കാവുന്നതാണ്. ഇനി പൂവെടുക്കുമ്പോൾ 3, 5, 7 എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ വേണം എടുക്കുവാൻ. ഇപ്പോൾ നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നത്, വെള്ള നിറത്തിലുള്ള പൂക്കൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മുല്ലപ്പൂവിന് പകരമായി വെള്ള നിറത്തിലുള്ള ധന ആകർഷണ വസ്തു വയ്ക്കാവുന്നതാണ്. ഡയമണ്ട് കൽക്കണ്ടം ധന ആകർഷണ വസ്തുക്കളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഡയമണ്ട് കൽക്കണ്ടമും എടുക്കാവുന്നതാണ്. ഈ 3 വസ്തുക്കളും വെള്ള നിറത്തിലുള്ള വസ്തുക്കളാണ്. പച്ചരി എന്നാൽ അത് ചന്ദ്രഭഗവാന് ഏറ്റവും അനുയോജ്യമായ ഉചിതമായ ധാന്യമാണ്. വെള്ളിയാഴ്ച ദിവസം പച്ചരി ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നുവോ അങ്ങനെയെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും നല്ല ഫലമുണ്ടാകുന്നതാണ്. ഇനി ഈ 3 വസ്തുക്കളും എന്താണ് ചെയ്യേണ്ടതെന്നുകൂടി നോക്കാം. ഒരു ചെറിയ കഷ്ണം വെള്ള നിറത്തിലുള്ള തുണിയെടുക്കുക. ഈ വെള്ള തുണിയിൽ ഈ 3 വസ്തുക്കളും വെച്ച് ഒരു കിഴി പോലെ കെട്ടുക. ചന്ദ്രഭഗവാനു മാത്രമല്ല ശുക്രഭഗവാനും അനുയോജ്യമായ നിറമാണ് വെള്ള. അതുകൊണ്ട് തന്നെ ശുക്രഹോരയിൽ വെള്ള നിറത്തിലുള്ള ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹത്താൽ മഹത്തായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് എത്ര ജോലി തിരക്കാണെങ്കിലും നവംബർ 15-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിലെ ശുക്രഹോരയിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ വളരെ മഹത്തായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് നവംബർ 15-ാം തീയതി വെള്ളിയാഴ്ച എത്ര ജോലി തിരക്കുണ്ടെങ്കിലും രാത്രിയിൽ 8 മുതൽ 9 മണി വരെയുള്ള ശുക്രഹോരയിൽ മറക്കാതെ തന്നെ ഈ ഒരു വഴിപാട് ചെയ്യുക. ഈ കിഴി നിങ്ങളുടെ ഉള്ളം കൈയിൽ വെച്ച് ഭിക്ഷയാചിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കൈകൾ വെച്ച് പൗർണമി നിലാവ് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. വീടിന്റെ മുറ്റത്തോ ടെറസിലോ ബാൽക്കണിയിലോ അങ്ങനെ പൗർണമി നിലാവ് ദർശിക്കുവാൻ സാധിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി മഴ മൂലമോ അല്ലെങ്കിൽ മഴക്കാറ് കൊണ്ടോ നിങ്ങൾക്ക് പൗർണമി നിലാവ് ദർശിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലിരുന്നും ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും ശുക്രഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. പൗർണമി നിലാവ് ദർശിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ഈ കിഴി തിരികെ നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക. പൗർണമി ദിവസം രാത്രി മുഴുവനും ഈ കിഴി നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച ദിവസം രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയോടുകൂടി ഈ കിഴി എടുത്ത് നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വർണം എവിടെയാണോ വെക്കുന്നത് അവിടെയും വെക്കാവുന്നതാണ്. പണപ്പെട്ടിയിൽ വെക്കുന്ന ഈ കിഴി അടുത്ത പൗർണമി ദിവസം മാറ്റി വീണ്ടും പുതിയത് വെക്കാവുന്നതാണ്. ഇനി പഴയ കിഴി മാറ്റുമ്പോൾ അതിലെ പൂക്കൾ ഉണങ്ങിപ്പോയിട്ടുണ്ടാകും. അതാരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ്. പച്ചരി പക്ഷികൾക്കോ അല്ലെങ്കിൽ ഉറുമ്പുകൾക്കോ നൽകാവുന്നതാണ്. ഇനി പച്ചക്കർപ്പൂരം കുറച്ച് അലിഞ്ഞു പോയിട്ടുണ്ടാകും. പച്ചക്കർപ്പൂരം ബാക്കിയുണ്ടെങ്കിൽ അത് പണപ്പെട്ടിയിൽ തന്നെ വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഡയമണ്ട് കൽക്കണ്ടമാണ് വെക്കുന്നതെങ്കിൽ അതും പക്ഷികൾക്കോ ഉറുമ്പുകൾക്കോ ഭക്ഷണമായി നൽകാവുന്നതാണ്. പൗർണമി ദിവസം ഈ 3 വസ്തുക്കളും ഒന്നായി ചേർത്ത് വെക്കുമ്പോൾ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പൊന്നും പണവും വന്ന് നിറയുന്നതാണ്. ഇനി അതിനായി ആരെങ്കിലും തടസ്സം നിന്നാലോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തിയാലോ അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടാകില്ല. അത്രയേറെ ശക്തിയാർന്ന ഒരു വഴിപാടാണിത്. അതുകൊണ്ട് തന്നെ നവംബർ 15-ാം തീയതി വെള്ളിയാഴ്ചയും പൗർണമിയും അന്നാഭിഷേകവും കൂടി ചേർന്നു വരുന്ന ഈ അത്ഭുത ദിവസത്തിൽ ഈ വഴിപാട് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത്. എല്ലാവർക്കും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.